ഉപ്പച്ചേനെ കല്ല ഓർപ്പിച്ചു ഷാനു കാക്ക. എനിക്കൊക്കെ വിളിക്കാൻ പറഞ്ഞിട്ട് ആ ചെങ്ങായിയുടെ ഉമ്മ എനിക്ക് ഫോൺ നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പർ ഞാൻ ഷാനു കാക്കക്ക് തരാം. ഷാനു കാക്ക വിളിച്ച് പറയും നമ്മൾ തമ്മിൽ പ്രേമത്തിലാന്ന്. എനിക്ക് എന്നെ ഷാനു കാക്കാനെ മാത്രം കല്യാണം കഴിച്ചാൽ മതി. ഈ കല്യാണം അങ്ങനെ നടന്നാ ഞാൻ ഉറപ്പായിട്ട് ആത്മഹത്യ ചെയ്യും. I love you. ഹലോ ഹലോ നടക്കൂല മോനെ. അവളങ്ങനെ ആത്മഹത്യ ചെയ്യുന്നെങ്കിലേ മാറി ഡയലോഗ് ഒന്നും നീ എന്നോട് പറയല്ലേ. ഒന്ന് ഹെൽപ്പ് ചെയ്യണ ടീമേ നീ പോയാലപ്പ നിന്നെ കൂടിയൊക്കെ നടന്നിട്ടേ എന്നെ അതുകൊണ്ട് നടക്കാൻ പറ്റില്ല ഇപ്പൊ. പ്ലീസ് എടാ നീ അങ്ങനെ പറയല്ലേ. നിന്റെ ചങ്ക് ഫ്രണ്ട് അല്ലടാ. എടാ 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 പോവല്ലേ നമ്മളെ ഇനി കാണേണ്ടി വരൂട്ടാ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? അവളൊക്കെ ആത്മഹത്യ തീർന്ന്. അയ്യോ പഠിച്ചോനെ അവൾ ആത്മഹത്യ ചെയ്യല്ലേ. ഹലോ ഹലോ ഷഫീഖ് അല്ലേ? അതെ. ഇന്നൊരു പെൺകുട്ടിയായിട്ട് നിന്റെ കല്യാണം ഉറപ്പിച്ചിട്ടില്ലേ? അതൊന്ന് നീ പിന്മാറണം. ഇല്ലെങ്കിൽ നിന്റെ രണ്ട് കൈയും കാലും തല്ലി ഒടിച്ച് വെട്ടി പീസാക്കി ഞാൻ എന്റെ പട്ടിക്കിട്ട് കൊടുക്കും. നീ മട്ടാഞ്ചേരിക്കുവാ വന്നിട്ട് കുറുമ ഷെഫീഖിന്റെ വീട് ചോദിക്കി. ഞാനിവിടെ ഇരിപ്പുണ്ടാ. നീ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ ഇവിടെ വന്ന് കൈയും കാലും തല്ലി ഓടിക്കടാ. തരത്ത് പോയി കളിക്കണം പോടാ. ബൈക്കിന്റെ നമ്പർ അത്ര ശരിയല്ല സാറേ. ശശി അല്ല ഈ അമേരിക്കക്ക് എങ്ങനെ പോണം? അമേരിക്ക അയ്യോ എന്റെ മാല മാലം മുടിച്ചോണ്ട് ഓടുന്നു. ആ മാലയോട് പോകുന്നുണ്ട്. പിടിച്ചിരിക്കും കരയല്ലേ. എന്റെ മാല മേടിച്ച് ഒച്ചാക്കില്ലേ ചേച്ചി മിണ്ടായിരിക്കാൻ അതിനോ പറഞ്ഞ. ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. ഇത് എന്റെ വക ഒരു സമ്മാനാണ്, സൂക്ഷിച്ചു വെച്ചോ. എടാ ഈ ഷർട്ട് ഇടറാ, ഇത് എനിക്ക് നന്നായി ചേരും. ബൈക്ക് മോഷണം, ആ ബൈക്കുമായി മാല മോഷണം, യുവാവ് പോലീസ് കസ്റ്റഡിയിൽ. എൻ്റെ ഒരു ഭാഗ്യം, കാലാകാലം ഒരു കള്ളൻ്റെ കൂടെ ജീവിക്കേണ്ടി വരൂലേ ഇനിയോ? നിങ്ങൾ പടച്ചോൻ കാത്തതാ. എനിക്കതല്ല സങ്കടം. ആ ചങ്ങായി അന്ന് വന്നിട്ട് എന്ത് തട്ടാ ബിരിയാണി തട്ടിയേ. എൻ്റെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ അന്ന് കൊണ്ടായ ബിരിയാണി തയഞ്ഞുമില്ല. അതും പറഞ്ഞിട്ട് ഓള് പുരേന്ന് ഭയങ്കര കരച്ചിലും ഇനി. കല്യാണം ഞാൻ അപ്പം തന്നെ വിളിച്ച് മുടക്കിയിട്ടുണ്ട്. ഉസ്മാൻ വരുമ്പോൾ ഒന്ന് പറഞ്ഞാളുണ്ടി. ഈ കല്യാണം മുടങ്ങിയാൽ മോള് വിഷമിക്കണ്ട. എനിക്ക് പറ്റിയ നല്ലൊരു പുതിയാപ്പിളിനെ ഞാൻ കണ്ടുപിടിച്ച് തരും. ഓ മാത്രമൊന്നുമല്ലല്ലോ ഈ ദുനിയാവിലുള്ളത്. ഇനി ഒരാളും കിട്ടിയില്ലെങ്കിൽ എൻ്റെ മോനെ കൊണ്ട് അന്നെ ഞാൻ കെട്ടിക്കും. പോരെ? എടുക്കാ എനിക്ക് പറ്റിയ നല്ലൊരു പുതിയാപ്പിളുണ്ട്. എന്തിനാ ചിരിക്കണേ? ഓക്കുണ്ടാവില്ല എൻ്റെ മാതിരി കല്യാണം കഴിക്കാൻ പൂതി അല്ലേ?
ഒരു മാലക്കള്ളനാണ് എന്നെ പെണ്ണ് കാണാൻ വന്ന ചങ്ങായി. പത്രത്തില് ഫോട്ടോ ഒക്കെ ഉണ്ടായി. ഉപ്പച്ചി അപ്പ തന്നെ കല്യാണത്തിൽ നിന്ന് പിന്മാറി. നന്നായി. നമ്മുടെ കല്യാണം കഴിഞ്ഞ ഹണിമൂൺ എങ്ങോട്ടാ പോണ്ടേ? അതൊക്കെ ഷാനുക്കാക്കാന്റെ ഇഷ്ടം. നമ്മള് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഞാൻ കുറച്ച് തിരക്കിലാണ്. പിന്നെ ഷാനുക്കാക്ക ആ അവരാരും കാണാതിരിക്കാനേ ഞാൻ ബാത്റൂമിന്റെ അകത്തുനിന്നാ ഫോൺ ചെയ്യണേ. ആണോ? പിന്നില്ലേ എന്റെ അമ്മായിയുടെ മോള് സുൽത്താന അടുത്ത ആഴ്ച ഓള് പ്രസവത്തിന് വേണ്ടി അങ്ങോട്ട് കൊണ്ടുവന്നു. അത് ശരി. ഷാനുക്കാക്ക ഇപ്പൊ തിരക്കിലേക്കല്ലേ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ആ ശരി എന്നാ. ഐ ലവ് യു. നോക്ക് നോക്ക് 36 നോക്ക്. എടാ ചെറുക്കന്മാരടാ. സാറേ എന്താണ് സാറേ കാര്യം? വിനോദ ഇതല്ലേ വീട്? കാര്യം പറ സാറേ. എന്താ എന്താണ് പ്രശ്നം? ഒന്ന് ജീവിക്കണം. എടാ പിള്ളേരെ എന്താണ് കാര്യം? എന്താണ് കാര്യം പറ. എന്താണ് കാര്യം പറ സാറേ. എന്താണ് കാര്യം പറ. കാര്യം പറയാൻ വീടിട്ടാ എന്താണെന്ന് മനസ്സിലാവണില്ലല്ലോ. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. എന്താണ് പേര്? സുന്ദരനും സുന്ദരിയൊക്കെ സിനിമയിൽ മതി. നീ വേണം സ്റ്റേഷനിലോട്ട് വേണം. എന്താ ചെയ്തെന്ന് പറഞ്ഞിരുന്നല്ലോ സാറേ. ചിന്നനായര് സുഗുണനെവിടെ? അവൻ നിൽക്കില്ല. അവൻ നല്ല അന്തസ്സുള്ള തറവാടിത്തുള്ളവനാ. സാർ എന്താടാ CI സാർ. ഇപ്പൊ എന്നടാ എന്താണ് സാറ്? നിന്നോട് എത്ര തവണ പറഞ്ഞാ സമയമാകുമ്പോ വിളിക്കുന്നു. പോയില്ലേ അവിടെ പോയി. ശരി സാർ, സമയമാകുമ്പോ വിളിക്കുന്നു. സാറേ എന്താടാ? എൻ്റെ കൂടെ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു, സുഗുണൻ. അവനൊരു തനി ചെറ്റയാണ് സാറേ. അവൻ ഞാൻ എവിടെയൊക്കെ പോണോ, ഞാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ അവൻ ചെയ്യും. അവനാണ് എന്നെ എല്ലാ ഹറാം പറപ്പിനെ കൊണ്ട് ചാടിക്കുന്നത്. അവനെ കാണുന്നില്ല. സാറേ സാറേ എനിക്ക് CI സാറിനെ ഒന്ന് കാണണം. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊന്നും ഞങ്ങൾക്ക് അറിയണല്ലോ. നീ അങ്ങോട്ട് പോകലോ, എനിക്ക് തല്ലോ ഞാൻ വയ്യള. ഇനി നീ അങ്ങോട്ട് പോകലോ, ദൈവത്തോർത്ത് ഞാനൊന്ന് പറയണ കേക്കണം. എടാ നിന്നോട് എത്ര പ്രാവശ്യം പറയണേ അവിടെ പോയി ഇരിക്കടാ, വിളിക്കടാ. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല സാറേ. കേറ്റി വിടറോ അവനിങ്ങോട്ട്. നീ അങ്ങോട്ട് പോകലോ, ദൈവത്തോർത്ത് ദൈവമേ. ചെല്ലടാ അങ്ങോട്ട്. നമ്മൾ ചെയ്ത തെറ്റെന്താണെന്ന് അറിയണല്ലോ. പഞ്ചാല പോകല്ലേ ദൈവത്തോർത്തങ്ങാണ്. സാറ് പോലീസായിരുന്നു. അറേ ബാപ്പു. ചെയ്തില്ലല്ലേ? എന്റെ കയ്യിൽ എല്ല് പൊട്ടിയിരുന്നു സാറേ. എനിക്ക് എണീക്കാൻ പറ്റില്ല.
അവളെ തന്നെ കൊല്ലുന്നതാണ് വരെ പാവം. സാനു ഇപ്പൊ എങ്ങനെ എന്തിനാ നമ്മുടെ വന്ന് പഠിച്ചു